ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ VFAയുടെ ഹോട്ട് ടോപ്പിക്സിൽ VFA അതേപോലെ തന്നെ LDCക്ക് ഒക്കെ വരുന്ന ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ INCയുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാവൻകൂർ ഹിസ്റ്ററി ആണ്, അതായത് തിരുവിതാംകൂർ ചരിത്രം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നും അതേപോലെ തന്നെ ഒരു 50 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കണക്റ്റീവ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 1729 മുതൽ 1758 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ അധികാരത്തിലിരിക്കുന്നത്. അദ്ദേഹമാണ് തിരുവിതാംകൂറിൽ അല്ലെ തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടു. അതേപോലെ തന്നെ ആധുനിക അശോകൻ എന്നറിയപ്പെട്ടതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഇവിടുത്തെ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ കിട്ടിയല്ലോ, എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്കറിയാം ബ്ലഡ് ആൻഡ് അയൺ പോളിസി, ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ മുന്നോട്ട് വെച്ച ഭരണ നയമായിരുന്നു. അതേപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പോയിന്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മ വേണം. കാര്യം ഇനി അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കയറി വരും. ഇനിയാണ് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ചോരയുടെയും ഇരുമ്പിന്റെയും നയം സ്വീകരിച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 8 വീട്ടിൽ പിള്ളമാരുടെ സ്വാധീനം അവസാനിപ്പിച്ച് രാജാധികാരം ശക്തിപ്പെടുത്തി. അതായത് ആ സമയത്ത് നമ്മുടെ രാജാധികാരത്തില് ഈ പറയുന്ന പ്രഭുക്കന്മാരായിരുന്നു ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. അവർ ഓവറായിട്ട് കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തപ്പോൾ രാജാവിന് അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബം തന്നെ അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയത്തില്ലേ കുളം തോണ്ടുക. അതായത് അവിടെ പണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, ആ ഒരു ചരിത്ര ഹിസ്റ്ററി പറയുന്നത്. അവരുടെ ആ വീടുകളൊക്കെ എന്താണ് നശിപ്പിച്ച് അവിടെ കുളം തോണ്ടി. അങ്ങനെയാണ് ഈ കുളം തോണ്ടുക എന്നൊരു ശൈലി തന്നെ വന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാവേലിക്കര ഉടമ്പടി ഉണ്ട്. അതേപോലെ തന്നെ 1741 എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഓക്കെ, എന്താണ് കുളച്ചൽ യുദ്ധം? ഈ കുളച്ചൽ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം തിരുവിതാംകൂറുകാരും ഡച്ചുകാരും തമ്മിലായിരുന്നു. അങ്ങനെ ഒരു മറ്റേ യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ രാജാവായിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ മാറുവാണ്. ആ സമയത്ത് അവിടെ പരാജയപ്പെടുത്തിയ ഒരു സൈനികൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ഡിലനോയ് യൂസ്റ്റേഷ്യസ് ഡിലനോയ് എന്ന് പറയും. അദ്ദേഹമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 1, 2, 3 എന്നിവയെല്ലാം ഇവിടെ ശരിയാണ്. അപ്പൊ ഈ പറയുന്ന തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിനൊക്കെ അവസാനിപ്പിക്കുന്ന എന്തിലൂടെയാണ്? ഈ പറയുന്ന മാവേലിക്കര ഉടമ്പടിയാണ്. അതാണ് ഏത് വർഷം? 1753 ആണെന്നും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം, പൊരുത്തപ്പെടുത്തുക. മാവേലിക്കര ഉടമ്പടി എന്നാണ്? 1753 നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇപ്പൊ C1 പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. കുളച്ചൽ യുദ്ധം എന്നാണ്? 1741. തൃപ്പടിദാനം പഠിച്ചു വെച്ചോ, 1750. അപ്പൊ നമുക്ക് എന്ത് പഠിക്കണം ഇനി? കുളച്ചൽ യുദ്ധം നമ്മൾ പറഞ്ഞു, മാവേലിക്കര ഉടമ്പടി പറഞ്ഞു, തൃപ്പടിദാനം എന്താന്ന് പറയാം. തൃപ്പടിദാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ തിരുവിതാംകൂർ എന്ന് പറയുമ്പോഴേ അതിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആരാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് രാജാവും രാജാവിന്റെ എല്ലാം എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ പറയുന്ന പത്മനാഭന് കാഴ്ചവെക്കുകയാണ്. അങ്ങനെയാണ് അതിനുശേഷമാണ് എന്ത് വരുന്നത്? പത്മനാഭദാസന്മാർ എന്ന് ഇവർ അറിയപ്പെടാൻ തുടങ്ങുന്നത്. അതായത് അങ്ങനെയെല്ലാം, അതായത് രാജ്യവും രാജാധികാരവും എല്ലാം ആർക്കാണ്? ശ്രീ പത്മനാഭനാണ്. നമ്മൾ എന്താണ് ഈ പറയുന്ന രാജാക്കന്മാരെന്ന് പറയുന്നത് അതിനെ നടത്താനുള്ള കുറച്ച് ആൾക്കാരെന്ന് ദാസന്മാരെന്ന നിലയ്ക്കാണ്. അങ്ങനെയാണ് ഇത് പത്മനാഭദാസൻ എന്ന പേര് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കാം, ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടുകൂടി തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കാര്യം 1750 അദ്ദേഹമാണല്ലോ ഇത് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ആ സമയത്ത് ഈ മാർത്താണ്ഡവർമ്മയാണ് എന്താരംഭിക്കുന്നത്? മുറജപം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ആരംഭിച്ചത് ആരാണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ ഒറ്റക്കൽ മണ്ഡപം ആരാണ് ആരംഭിക്കുന്നത്? ഒറ്റക്കൽ മണ്ഡപം ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് അതായത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ആരാണ് വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നത്? പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. പതിവ് കണക്കാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വാർഷിക ബജറ്റ്. ഓക്കെ,
1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയ പ്രമുഖ ഡച്ച് സൈനിക ഉദ്യോഗസ്ഥനാരായിരുന്നു? ആരാണ്? നമ്മൾ പറഞ്ഞല്ലേ, യൂസ്റ്റേഷ്യസ് ഡിലനോയ്. ഡിലനോയ് ആണ്. 1741 കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞു. യൂസ്റ്റേഷ്യസ് ഡിലനോയുടെ പേര് നമ്മൾ പഠിച്ചതാണ്. മാർത്താണ്ഡവർമ്മയുടെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രമുഖ സൂത്രധാരണം ഏറ്റവും പ്രശസ്തനുമായ ദളവ ആരായിരുന്നു? ഈ പറയുന്ന വേലുത്തമ്പി കാണുമ്പോൾ നമുക്ക് അതിലേക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. ആരാണ്? ഈ പറയുന്ന രാമയ്യൻ ദളവ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? രാമയ്യൻ ദളവ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ആയിരുന്നു അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാനും തിരുവിതാംകൂറിനെ ശക്തമായ ഒരു രാജ്യമായി വളർത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്? രാമയ്യൻ ദളവ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ശ്രീ പത്മനാഭ ദാസന്മാരെന്നറിയപ്പെട്ടതിൽ ആദ്യമായിട്ട് രാജ്യം ഭരിച്ചത്. അതേപോലെ തന്നെ 1729 മുതൽ 1758 വരെ രാജ്യം ഭരിച്ചു. മുറജപം കൊണ്ടുവന്നു, ഭദ്രദീപം കൊണ്ടുവന്നു. ചോരയുടെയും ഇരുമ്പിന്റെയും നയം ആരാണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധം ഏത് വർഷമാണ്? 1741. മാവേലിക്കർ ഉടമ്പടി ഏതാണ്? 1753. ഇനി അതേപോലെ തന്നെ തൃപ്പടിദാനം എന്നാണ്? 1750 തൃപ്പടിദാനം. ഓക്കെ, ഒറ്റക്കൽ മണ്ഡപം, അതേപോലെ ശ്രീ പത്മനാഭ ദാസൻ എന്നറിയപ്പെട്ടത് ആരാണ്? ആദ്യമായിട്ട് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മെയിൻ ഫാക്ട്സ് ആണ് പറഞ്ഞതെല്ലാം. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇതൊരു റിവിഷൻ ആയിട്ട് കാണുക. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ക്ലാസ് നന്നായിട്ട് മാർത്താണ്ഡവർമ്മയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോഴേ നിങ്ങൾക്ക് എന്താവുള്ളൂ, ആ മോക്ക് ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുള്ളൂ. ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം 1758 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിൽ കിഴവൻ രാജ എന്നറിയപ്പെട്ട ഭരണാധികാരി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട 2 പോയിന്റ് ആണല്ലോ അവിടെ കിട്ടിയത്. 1758 മുതൽ 98 വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ആരുടെ? കിഴവൻ രാജ. അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തെയാണ് എന്തറിയപ്പെടുന്നത്? കിഴവൻ രാജ എന്നറിയപ്പെട്ടത്. ആരാണ് അദ്ദേഹം എന്ന് പറയുന്നത്? നമ്മുടെ ധർമ്മരാജാവാണ്. കാർത്തിക തിരുനാൾ. ഓക്കെ, കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് എന്താ ധർമ്മരാജാവെന്നും കിഴവൻ രാജാവ് എന്നറിയപ്പെട്ടതും. ഓക്കെ, ഇനി ഇദ്ദേഹമാണ് നമ്മുടെ പഴശ്ശിരാജാവിന്റെ ശക്തൻ തമ്പുരാന്റെ ഒക്കെ സമകാലികനായിട്ടുണ്ടായിരുന്നത്. ആരാണ്? ഈ പറയുന്ന ധർമ്മരാജാവാണ്. ഇദ്ദേഹവുമാണ് നമ്മൾ 1-ാം തൃപ്പടിദാനം നമ്മൾ പഠിച്ചു. 1750 1-ാം തൃപ്പടിദാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2-ാം തൃപ്പടിദാനം അത് നടത്തിയത് ആരാണ്? 2-ാം തൃപ്പടിദാനം ധർമ്മരാജാവാണ്. 1-ാം തൃപ്പടിദാനം ആരാണ്? മാർത്താണ്ഡവർമ്മയാണെങ്കിൽ 2-ാം തൃപ്പടിദാനം ആരുടേതാണ്? ധർമ്മരാജാവ് കാർത്തിക തിരുനാളിൻ്റെതാണ്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ് എന്ത്? തിരുവിതാംകൂറിന്റെ തലസ്ഥാനം എവിടെ നിന്ന്? പത്മനാഭപുരം അഥവാ തിരുവനന്തപുരത്ത് നിന്ന് എങ്ങോട്ടേക്ക് അല്ലെ? പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? നമ്മുടെ ധർമ്മരാജാവാണ്. ധർമ്മരാജാവിന്റെ കാലഘട്ടത്താണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആരാണ്? രാമയ്യൻ ദളവയെ പറ്റി പറഞ്ഞില്ലേ? മാർത്താണ്ഡവർമ്മയുടെ പ്രധാന ദിവാനായിരുന്നു ആര്? രാമയ്യൻ ദളവ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കിഴവൻ രാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലെ പ്രധാനിയായ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? അല്ലെങ്കിൽ ദിവാനായിരുന്നു ആര്? രാജാ കേശവദാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തുള്ളലിന്റെ ഉപജ്ഞാതാവായി കുഞ്ചൻ നമ്പ്യാർക്ക് സംരക്ഷണം നൽകിയ തിരുവിതാംകൂർ രാജാക്കന്മാർ ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവുമാണ്. 1770-കളിലാണ് ആരന്തരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാർ അന്തരിക്കുന്നത്. 1705 ജനിച്ചു. 1770 കാലഘട്ടത്താണ് അദ്ദേഹം അന്തരിച്ചായിട്ട് കരുതപ്പെടുന്നത്. അപ്പൊ ആരായിരിക്കും ആ കാലഘട്ടം എന്ന് പറയുന്നത്? ധർമ്മരാജാവും മാർത്താണ്ഡവർമ്മയുമായിരുന്നു. ഓക്കെ, ഈ രാജാ കേശവദാസിന് കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട് ഉണ്ടല്ലോ. രാജാ കേശവദാസ് എന്തൊക്കെയാണ് രാജാ കേശവദാസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയാണ് ആര്? രാജാ കേശവദാസ്. പട്ടണത്തിന്റെ ശില്പി ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്. മിക്കപ്പോഴും എന്താണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആലപ്പുഴയെ ഒരു പ്രധാന തുറമുഖ വാണിജ്യ കേന്ദ്രമായി വികസിപ്പിക്കുകയും അതേപോലെ തന്നെ ആധുനിക ആലപ്പുഴയുടെ ശില്പി എന്നറിയപ്പെടുകയും ചെയ്ത ഭരണാധികാരി അല്ലെ, പ്രഗത്ഭനായ ദിവാൻ ആരാണ്? പ്രഗത്ഭനായ ദിവാൻ അത് നമ്മുടെ രാജാ കേശവദാസ് ആണ്.
ധർമ്മരാജാവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി, ശരിയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ ധർമ്മരാജാവാണ്. ഇനി എന്താണ്? മൈസൂർ ആക്രമണം തടയാനായി നെടുങ്കോട്ട നിർമ്മിച്ചു. നെടുങ്കോട്ട, അതായത് ഈ ധർമ്മരാജാവിന്റെ ഭരണകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു മൈസൂർ ആക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് എന്താണ് ചെയ്തത്? ഈ പറയുന്ന നെടുങ്കോട്ട, അതായത് മൈസൂർ ആക്രമണം തടയാനായിട്ട് ധർമ്മരാജാവാണ് എന്ത് നിർമ്മിക്കുന്നത്? നെടുങ്കോട്ട നിർമ്മിക്കുന്നത്. ഓക്കെ, നെടുങ്കോട്ട നിർമ്മിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ധർമ്മരാജാവിന്റെ കാലഘട്ടത്താണ്. സോ സ്വാഭാവികമായിട്ടും ആൻസർ എന്താണ് വരേണ്ടത്? ഇവിടെ 1, 2, 3 ഇവിടെ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചരിത്രകാരന്മാർ തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരികളിൽ ഒരാളായി വിലയിരുത്തുന്ന 1798 1810 കാലഘട്ടം ആരാണ്? 1798 1810 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ആരാണത്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, അത് അദ്ദേഹമാണ് ഏറ്റവും ദുർബലൻ എന്നറിയപ്പെട്ടത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജാ കേശവദാസ് ദിവാനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കിയത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്തായിരുന്നു? ഇദ്ദേഹം ഭയങ്കര എന്താണ്, ഒരു വലിയ ദുർബലനായത് തന്നെയാണ് ആ സമയത്തുണ്ടായി ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പിദളവ. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിലെ പ്രമുഖനായ ഒരു ദിവാനായിരുന്നു ആര്? വേലുത്തമ്പിദളവ. ആരുടെ കാലഘട്ടത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ് ആര് ദിവാനായിട്ട് വരുന്നത്? നമ്മുടെ ഈ പറയുന്ന വേലുത്തമ്പിദളവയായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറിന്റെ ബ്രിട്ടീഷ് മേൽക്കോയ്മയും നിയന്ത്രണവും ഉറപ്പിച്ച സബ്സിഡറി അലയൻസ് ഉടമ്പടി നടന്നത് ഏത് വർഷമാണ്? സബ്സിഡറി അലയൻസ് ഏത് വർഷമാണ് നടക്കുന്നത്? 1805 സബ്സിഡറി അലയൻസ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കുണ്ടറ വിളംബരത്തെ പറ്റി ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, പ്രസ്താവനകൾ ശരി ഏതെന്നാണ് നമുക്ക് വേണ്ടത്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പോരാട്ടത്തിൽ പരാജയപ്പെട്ട വേലുത്തമ്പിദളവ അഭയം തേടിയത് മണ്ണടിയിലാണ്. ഇവിടെ എന്താണ്? 3 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ശരിയായ കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1, 2, 3 എന്നിവയെല്ലാം ഇവിടെ ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. കുണ്ടറ വിളംബരം അല്ലെ, വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ്? ജനങ്ങളെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് എന്ത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1809 ജനുവരി 11 ഇമ്പോർട്ടന്റ് വർഷമാണ്. പഠിച്ചു വെക്കണം, ദിവസം ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അതിന് അഭയം തേടുന്ന സ്ഥലമാണ് മണ്ണടി. അവിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലവും. എവിടെയാണ്? ഈ പറയുന്ന മണ്ണടിയിലാണ്. അങ്ങനെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് രാജാ കേശവദാസ്, ധർമ്മരാജാവിന്റെ കാലത്തുണ്ടായിരുന്ന പ്രമുഖനായ ദിവാനായിരുന്ന രാജാ കേശവദാസിനെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്ന ധർമ്മരാജയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേലുത്തമ്പിദളവയും എന്ത് ചെയ്യുന്നുണ്ട്? തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്നമാരാണ്? ഈ പറയുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, വേലുത്തമ്പിദളവയെ സ്ഥാനത്ത് നിന്നും രാജാ കേശവദാസിനെ ദിവാൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നോക്കാം. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള സെക്രട്ടേറിയറ്റ് സംവിധാനം ആരംഭിക്കുകയും അടിമക്കച്ചവടം നിരോധിക്കുകയും ചെയ്ത ഭരണാധികാരി ആര്? അടിമക്കച്ചവടം വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? നമ്മുടെ ഗൗരി ലക്ഷ്മി ബായി ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആരാണ്? അത് പാർവതി. പാർവതി, ഗൗരി പാർവതി ബായ്. പ്രൈമറി വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ്. അതേപോലെ തന്നെ പഠിച്ചു വെച്ചോ, ആരാണ് അടിമ കച്ചവടം നിർത്തലാക്കിയത്? അതേപോലെ സെക്രട്ടേറിയറ്റ് സംവിധാനം ആരംഭിക്കുകയും ചെയ്തത് ആരാണ്? ഗൗരി ലക്ഷ്മി ബായി ആണ്. 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്താണ് ഗൗരി ലക്ഷ്മി ബായി എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന തിരുവിതാംകൂറിൽ ഭരിക്കുന്നത്. ഓക്കെ, അതേപോലെ റീജന്റ് ആയിട്ടാണ് ഭരിക്കുന്നത് കേട്ടോ. ഇനി എന്തായിരുന്നു പ്രത്യേകമായിട്ട് സംഭവിച്ച ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് സംവിധാനം ആരംഭിച്ചു. അതേപോലെ തന്നെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുന്നതും ആരാണ്? ഗൗരി ലക്ഷ്മി ബായി ആണ്. ഗൗരി ലക്ഷ്മി ബായി. അതേപോലെ തന്നെയാണ് നമ്മുടെ അടിമത്തം ഇല്ലാതാക്കിയതും ആരാണ്? ഈ പറയുന്ന ഗൗരി ലക്ഷ്മി ബായി ആണ്.
നെക്സ്റ്റ് നോക്കാം. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്താണ്? ഗൗരി ലക്ഷ്മി ബായി ആണ്. ഗൗരി പാർവതി ബായ് 1815 മുതൽ 1829 വരെയാണ് ഗൗരി പാർവതി ബായ് എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത് അല്ലെ. എന്തൊക്കെയായിരുന്നു അവരവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി അതിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാനുള്ള അനുമതി കൊടുത്തു. അതേപോലെ തന്നെ എന്താണ് പറയുന്നത്, ജാതിഭേദമന്യേ എല്ലാ വീടുകളും ഓടുമേയാനുള്ള അവകാശം കൊടുത്തു. വേതനമില്ലാതെ നിർബന്ധിത വേലയായ ഉഴിയവേല അഥവാ ഉഴിയവേല എന്ന് പറയുന്ന ആ ഒരു സംഭവം നിർത്തലാക്കിയതൊക്കെ ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്, ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സെക്രട്ടേറിയറ്റ് സംവിധാനം കൊണ്ടുവന്നു, ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി, അടിമ കച്ചവടം നിർത്തലാക്കി, അത് ഗൗരി ലക്ഷ്മി ബായി ആണ്. പാർവതിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ആഭരണം ധരിക്കാനുള്ള അവകാശം കൊടുത്തു, വീടുകൾ ഓടുമേയാനുള്ള അവകാശം കൊടുത്തു, ഉഴിയവേല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉഴിയവേല അവസാനിപ്പിക്കുന്നതും ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. ലക്ഷ്മിയും പാർവതിയും തിരിഞ്ഞു പോകരുത്. ലക്ഷ്മിബായി ഏതൊക്കെ സമയമാണ്? 1810 മുതൽ 1815 വരെയാണ് ഗൗരി ലക്ഷ്മി ബായി വരുന്നത്. 1815 മുതൽ 1829 വരെയാണ് ആര് വരുന്നത്? ഗൗരി പാർവതി ബായി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സർക്കാർ പിന്തുണയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തിയത് ആരാണെന്ന്? പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സർക്കാർ പിന്തുണയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തിയത് ആരാണ്? നമ്മളിപ്പോ പഠിച്ചാണല്ലോ. ആരാണ്? ഗൗരി പാർവതി ബായ്. പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി, പ്രാഥമികം പാർവതി. ഓക്കെ, ഗൗരി പാർവതി ബായി ആണ്. നെക്സ്റ്റ് നോക്കാം. ദക്ഷിണ ഭോജനെന്നും കലാകാരന്മാരിൽ രാജാവെന്നും രാജാക്കന്മാരിലെ കലാകാരനെന്നും അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാര്? ആരാണ്? ദക്ഷിണ ഭോജൻ. അതേപോലെ തന്നെ ആരാണ്? ഇപ്പറയുന്ന കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിലെ കലാകാരനുമാണ് ആര്? സ്വാതി തിരുനാൾ. ഓക്കെ, തിരുവിതാംകൂർ സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുടക്കം കുറിച്ചത് ഏത് രാജാവിന്റെ കാലഘട്ടത്താണ്? ആരുടെ കാലഘട്ടത്താണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്താണ്. അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഏതാണ്? 1829 വരെ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. 15 മുതൽ 29 വരെ പാർവതി ബായിയുടെ കാര്യം വരെ നമ്മൾ പറഞ്ഞു. 29 മുതൽ 1846 വരെയാണ് സ്വാതി തിരുനാള് ഭരിച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് എന്താണ് ഈ ഒരു ഭരണകാലം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം ഒത്തിരി കൃതികളും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഹജൂർ കച്ചേരി, നമ്മൾ സെക്രട്ടേറിയറ്റ് എന്ന് പറയത്തില്ലേ, തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? നമ്മുടെ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന്. സെക്രട്ടേറിയറ്റ് എവിടെയായിരുന്നു? ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് കൊല്ലത്തായിരുന്നു. അത് എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്താണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ് ശുചീന്ദ്രം കൈമുക്ക്. അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷാ രീതിയായിരുന്നു എന്ത്? ശുചീന്ദ്രം കൈമുക്ക്. അത് നിർത്തലാക്കുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കുകയും ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തത് ആരാണ്? ഇപ്പറയുന്ന സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പബ്ലിക് ലൈബ്രറി? തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ആരാണ് കൊണ്ടുവന്നത്? സ്വാതി തിരുനാളാണ്. അതേപോലെ തന്നെ ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ കാലത്ത് നിർത്തലാക്കിയ പ്രാകൃതവും അന്ധവിശ്വാസപരമായ ശിക്ഷാരീതികൾ ഏതൊക്കെയാണ്? ശുചീന്ദ്രം കൈമുക്കുമുണ്ട്. വിഷപരീക്ഷാ രീതികൾ, അതായത് എന്താണ് പറയുന്നത്? നേരത്തെ എന്താണ്? വിഷ ജന്തുക്കളുടെ ഇടയിൽ കൊണ്ട് ഇട്ടുകൊടുക്കും, എന്നിട്ട് അവരെ അത് കടിച്ചില്ല അല്ലെങ്കിൽ വിഷം ഏറ്റില്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന അവർക്ക് എന്താണ്? അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? 1ഉം 2ഉം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. സ്വാതി തിരുനാളുമായി ഭരണപരമായ കാര്യങ്ങൾ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നെന്നാണ് ചോദിക്കുന്നത്. ആരാണത്? മെക്കാളെ, മൺട്രോ, ജനറൽ കല്ലൻ, കേണൽ വാലസ്. ആരാണ്? ജനറൽ കല്ലൻ ആണ്. ഓക്കെ, തെക്കൻ തിരുവിതാംകൂറിലെ ജലഗതാഗതവും വ്യാപാരവും അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ കനാല് എന്നിവയുടെ നിർമ്മാണത്തിനും തുടക്കം കുറിച്ച രാജാവാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഈ പറയുന്ന തെക്കൻ തിരുവിതാംകൂറിലെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്നത്?
അത് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? ഉത്രം തിരുനാൾ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് സ്വാതിരുനാളിനെ ഒന്ന് ഓടിച്ചു നോക്കിയാലോ, എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത്. സ്വാതിരുനാളിന്റെ ഫാക്ട്സ് എന്തൊക്കെയാണ്, ഏത് വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു. 1829 മുതൽ 1846 വരെയാണ് സ്വാതിരുനാളിന്റെ കാലഘട്ടം. അതേപോലെ ദക്ഷിണ ഭോജനെന്നും സംഗീതജ്ഞനായ രാജാവെന്നും അറിയപ്പെട്ടത് ആരാണ്? സ്വാതിരുനാളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ശുചീന്ദ്രൻ കൈമുഖം നിർത്തലാക്കി പബ്ലിക് ലൈബ്രറികൾ ആരംഭിച്ച സ്വാതിരുനാളാണ്. ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? സ്വാതിരുനാളാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ആളാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ 1846 വരെയുള്ള കാലഘട്ടം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഏതായിരിക്കും? 1846 മുതൽ 1860 വരെയാണ് ആര്? ഉത്രം തിരുനാൾ. അപ്പൊ ഈ ഒരു കാലഘട്ടം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരായിരിക്കും? ഈ പറയുന്ന ഉത്രം തിരുനാളായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് കാൺപൂരിലെ ദുരിതബാധിതർക്ക് സഹായനിധി രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. റയർ ഫാക്ട് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ്, ഇതിന്റെ ആൻസർ എന്താണെന്ന് ചിന്തിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ കാലഘട്ടം ഏതാണെന്ന് നോക്കുക. 1857 എന്ന് പറയുമ്പോൾ 46 മുതൽ 60 വരെ ആരാണ്? ഉത്രം തിരുനാളാണെന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, സ്വാതിരുനാൾ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? 1829 മുതൽ 1846 വരെ സ്വാതിരുനാളാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചോദിച്ചാലും ആ സ്വാതിരുനാളിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 46 മുതൽ 60 വരെ ആരാണ്? ഉത്രം തിരുനാളാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, ഇവിടെയും വേണ്ടിട്ട് ഒരു മാർത്താണ്ഡവർമ്മ. ഇത് ഉത്രം തിരുനാൾ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ, തെറ്റിപ്പോകരുത്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കൂള്. ഓക്കെ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരായിരുന്നു അത്? ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ. ഓക്കെ, അദ്ദേഹമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്തത്? പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? അനന്ത വിക്ടോറിയ അല്ലെങ്കിൽ മാർത്താണ്ഡൻ കനാലുണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അല്ലെ, പാശ്ചാത്യ വൈദ്യ വിദ്യാഭ്യാസമാണ് അതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കാം. പാശ്ചാത്യ വൈദ്യശാസ്ത്രം സ്വന്തമായി പഠിക്കുകയും ചികിത്സാ രംഗത്ത് വ്യക്തിപരമായ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഉത്രം തിരുനാൾ. എന്താണ്? പാശ്ചാത്യ വൈദ്യശാസ്ത്രം സ്വന്തമായി പഠിക്കുകയും ചികിത്സാ രംഗത്ത് എന്താണ് താല്പര്യം കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഉത്രം തിരുനാൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതി തിരുനാൾ എന്താണ്? തിരുവനന്തപുരത്ത് ലൈബ്രറി തുടങ്ങിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ലക്ഷ്മി ബായി അടിമ കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? ലക്ഷ്മി ബായി ആണ്. ഉത്രം തിരുനാൾ എന്ത് ചെയ്തു? പെൺകുട്ടികൾക്കായി വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ആരാണ്? ഉത്രം തിരുനാളാണ്. പ്രൈമറി വിദ്യാഭ്യാസം ആരായിരുന്നു? ഗൗരി പാർവതി ബായി ആണ്. അപ്പൊ A3 ആണ്. A3 ആണ്. B എത്രയാണ്? B ഉത്രം തിരുനാളാണ് എന്ത് ചെയ്തത്? B1. A3 B1 C2 എന്ന് പറയുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1866 ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് ഔദ്യോഗികമായി മഹാരാജാബിരുദം ലഭിച്ചത് ആരാണെന്ന്. 1866 അപ്പൊ നമുക്ക് പഠിക്കേണ്ട അടുത്ത വ്യക്തിയാണ് ആര്? 1860 മുതൽ 1880 വരെ ആരായിരുന്നു? ആയില്യം തിരുനാൾ. ആരാണ്? ആയില്യം തിരുനാളാണ്. ഓക്കെ, ആയില്യം തിരുനാളിന്റെ ഭരണകാലത്തെ പ്രമുഖ പരിഷ്കാരങ്ങളിൽ പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഏതായിരുന്നു? മഹാരാജാ ബിരുദം ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? നമ്മുടെ ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. അപ്പൊ ഈ വർഷം അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരുടെ കാലഘട്ടവും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നമുക്ക് അറിയാത്ത ഫാക്ട് ആണെങ്കിൽ പോലും ഇങ്ങനെ വർഷം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആയില്യം തിരുനാളിന്റെ ഭരണകാലത്തെ പ്രമുഖ പരിഷ്കാരങ്ങളിൽ പെടുന്നത്. സർക്കാരിന്റെ അഞ്ചൽ സംവിധാനം പൊതുജനങ്ങൾക്കായി വികസിപ്പിച്ചത് ആരാണ്? ഈ പറയുന്ന ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. കൃഷിക്കാരുടെ ഭൂമി അവകാശം ഉറപ്പുവരുത്തിയ പണ്ടാരപ്പാട്ട് വിളംബരം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ്. പണ്ടാരപ്പാട്ട് വിളംബരം ആരുടെ കാലഘട്ടത്താണ്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്താണ്. തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇവ മൂന്നും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്.
അപ്പൊ എന്തൊക്കെയാണ്? 1860 മുതൽ 1880 വരെയാണ് ആയില്യം തിരുനാളിന്റെ കാലഘട്ടം. 1866 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ട്? മഹാരാജ പദവി ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? അഞ്ചൽ സംവിധാനം, പോസ്റ്റൽ അഞ്ചൽ സംവിധാനം കൊണ്ടുവന്നു. പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ടുവന്നു. മറ്റൊരു ഫാക്ട് ആണ് പുനലൂർ തൂക്കുപാലം. ഓക്കെ, പുനലൂർ തൂക്കുപാലം കൊണ്ടുവന്നത് ആരാണ്? പുനലൂർ തൂക്കുപാലം, അത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്താണ്. പിന്നെ വരുന്നത് സെക്രട്ടേറിയറ്റും മന്ദിരം പണി കഴിപ്പിച്ചതും ആരാണ്? ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്ത് ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ പണി കഴിപ്പിച്ച പുനലൂർ തൂക്കുപാലം ഏത് നദിക്ക് കുറുകെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുനലൂർ തൂക്കുപാലം ഏതാണ്? അത് ഓപ്ഷൻ ബി, കല്ലടയാർ. കല്ലടയാറിന് കുറുകെയാണ് എന്ത് വരുന്നത്? പുനലൂർ തൂക്കുപാലം. ആരാണ്? ആൽബർട്ട് ഹെൻറി എന്നാണ് എഞ്ചിനീയറുടെ പേര്. തിരുവിതാംകൂറിൽ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് മരച്ചീനി കൃഷി അഥവാ ടാപ്പിയോക്ക അല്ലെ കൃഷി വ്യാപകമായി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരാണ്? പുതിയ ആളാണ് പഠിക്കേണ്ടത്. വിശാഖം തിരുനാൾ. വിശാഖം നമ്മുടെ ഈ കപ്പയുടെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ, വിശാഖം എന്ന് പറയുന്നത്. ഓക്കെ, വിശാഖം തിരുനാളാണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് വ്യക്തി വന്നു, വിശാഖം വന്നു. ഏതൊക്കെ വർഷമാണ്? 1880 വരെ നമ്മൾ പറഞ്ഞല്ലോ. 1880 മുതൽ 1885 വരെയാണ് വിശാഖം തിരുനാളിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. മരച്ചീനി കൃഷി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഇതിനു മുമ്പ് നമ്മുടെ ആയില്യം തിരുനാൾ ഉണ്ടായിരുന്നല്ലോ. ഈ ആയില്യം തിരുനാളിന്റെ സമയത്ത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്ത് ചെയ്യുന്നുണ്ട്? തടങ്കലിലാക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആരാണ് തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചത്? ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഈ പറയുന്ന വിശാഖം തിരുനാളാണ്. ഓക്കെ, തടങ്കലിലായിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ മോചിപ്പിക്കുകയും മഹച്ചരിത സംഗ്രഹം എന്ന ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് പ്രോത്സാഹനം ചെയ്യുകയും ചെയ്ത രാജാവാണ് ആര്? വിശാഖം തിരുനാൾ. അപ്പൊ പഠിച്ചു വെച്ച് മറ്റൊരു പോയിന്റ്, മഹച്ചരിത സംഗ്രഹം ആരുടേതാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എഴുതിയ പുസ്തകമാണ്, കൃതിയാണ് എന്താ? മഹച്ചരിത ചരിതം എന്ന് പറയുന്നത്, മഹച്ചരിത സംഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, തിരുവിതാംകൂറിൽ ഭൂനികുതി ശാസ്ത്രീയമാക്കുന്നതിനായി സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് ഏത് രാജാവിന്റെ കാലഘട്ടം എന്നാണ് ചോദിക്കുന്നത്. ഏത് രാജാവിൻ്റെതാണ്? വിശാഖം തിരുനാളിന്റെ കാലഘട്ടത്താണ്. അപ്പൊ 1880 മുതൽ 85 വരെ. പിന്നെ മരച്ചീനി കൃഷി നമ്മൾ പറഞ്ഞു, കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ കാര്യം പറഞ്ഞു, പിന്നെന്താണ്? സമ്പൂർണ്ണ ഭൂസർവേയും ആരാണ്? വിശാഖം തിരുനാളാണ്. നെക്സ്റ്റ് നോക്കാം. മലയാളത്തിലെ ആദ്യകാല ജീവചരിത്രകാരന്മാരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓക്കെ, ആരാണ് മലയാളത്തിലെ ആദ്യകാല ജീവചരിത്രകാരന്മാരിൽ ഒരാളായി പരിഗണിക്കുന്നത്? ആരാണത് വരുന്നത്? സ്വാതി തിരുനാൾ, വിശാഖം തിരുനാൾ, ധർമ്മരാജാവ്, കേരളവർമ്മ. ആരാണ് പറയുന്നത്? നമ്മുടെ വിശാഖം തിരുനാളാണ് മലയാളത്തിലെ ആദ്യകാല ചരിത്രകാരന്മാരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്നത്. ആരെയാണ്? നമ്മുടെ വിശാഖം തിരുനാളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പൊരുത്തപ്പെടുത്തുക, അത് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആയില്യം തിരുനാൾ എന്താണ് നടത്തിയത്? പണ്ടാരപ്പാട്ട വിളംബരം അല്ലെ. വിശാഖം തിരുനാൾ എന്തായിരുന്നു ചെയ്തത്? സമ്പൂർണ്ണ ഭൂസർവേ, മരച്ചീനി കൃഷിയൊക്കെ ആരാണ്? വിശാഖം തിരുനാളാണ്. ഉത്രം തിരുനാളാണ് എന്ത്? AVM കനാൽ ആരാണ്? ഉത്രം തിരുനാളാണ്. C2 B1 A3 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1980 മുതൽ 85 വരെ കുറഞ്ഞ കാലയളവ് തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ്? വിശാഖം തിരുനാൾ. നമ്മളിപ്പോ പറഞ്ഞു 80 to 85 കാലഘട്ടം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ശരിയായ കാലഗണനാ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് കാലഗണനാ ക്രമത്തിൽ വരേണ്ടത്? ആദ്യം വരേണ്ട സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ. ഇതല്ലേ, സ്വാതി കഴിഞ്ഞിട്ടാണ് ഉത്രം വന്നത്, ഉത്രം കഴിഞ്ഞിട്ട് ആയില്യം വന്നു, ആയില്യം കഴിഞ്ഞിട്ട് ആരാണ്? വിശാഖം തിരുനാൾ വന്നു. ധർമ്മരാജാവിന് ശേഷം തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് ആരാണ്? ധർമ്മരാജാവിന് ശേഷമാണ് ചോദിക്കുന്നത്. ആരാണ് ധർമ്മരാജാവിന് ശേഷം വന്നത്? ശ്രീമൂലം തിരുനാൾ. ഓക്കെ, നോക്കിക്കേ, 1885 മുതൽ 1924 വരെ ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. വിശാഖം തിരുനാളിന് ശേഷം ആര് വന്നു? ശ്രീമൂലം തിരുനാൾ വന്നു. 1880 മുതൽ 85 വരെ വിശാഖം തിരുനാൾ ഇരുന്നപ്പോൾ 85 മുതൽ 1924 വരെ ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. ഓക്കെ,
അപ്പൊ നമുക്ക് ചോദിക്കാം, ധർമ്മരാജാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലവുമായി പ്രധാനപ്പെട്ട സംഭവങ്ങൾ. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രവർത്തനം ആരംഭിച്ചു. 895 അപ്പോൾ ഉറപ്പായിട്ടും ആരുടെ കാലഘട്ടമാണ്? ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടമാണ്. 1904 ഇന്ത്യയിലെ ആദ്യകാല ജനപ്രതിനിധി സഭയായ ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കുന്നു. അതും ആരുടെ കാലഘട്ടത്താണ്? നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. മലയാളി മെമ്മോറിയൽ, ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്നിവയൊക്കെ സമർപ്പിക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന നമ്മുടെ ശ്രീമൂലം തിരുനാളിനാണ്. 1, 2, 3 ഇവിടെ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് നോക്കാം. 1900 ആദ്യമായി ഒരു ഇന്ത്യൻ വൈസ്രോയി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണത്തിലുണ്ടായിരുന്ന രാജാവ്. 1900 ആണല്ലോ. അപ്പൊ ആരായിരിക്കണം 1900 കാലഘട്ടം എന്ന് പറയുന്നത്? നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർഷം കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയും അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന റീജന്റ് മഹാറാണി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ആരാണ് റീജന്റ് മഹാറാണി ആയിട്ട് വരുന്നത്? അത് നമ്മുടെ സേതുലക്ഷ്മി ബായി ആണ്. ആരാണ്? സേതുലക്ഷ്മി ബായ്. 1924 മുതൽ 1931 വരെയാണ് സേതുലക്ഷ്മിയുടെ കാലഘട്ടം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ആരെ പറ്റി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ പറയുന്ന ശ്രീമൂലം തിരുനാളിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോകും. എന്തൊക്കെയാണ് ശ്രീമൂലം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്? ശ്രീമൂലം പ്രജാസഭ, അതേപോലെ തന്നെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയതാരെന്ന് ചോദിച്ചാൽ അതാരാണ്? ശ്രീമൂലം തിരുനാളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് നമുക്ക് എന്ത് നടക്കുന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അത് ആരാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അത് അവസാനിക്കുമ്പോൾ ആരാണ്? സേതുലക്ഷ്മി ബായി ആണ്. ഈ സമയത്താണ് തിരുവിതാംകൂറിൽ എന്ത് വരുന്നത്? നായർ റെഗുലേഷൻ ആക്ട്. നായർ റെഗുലേഷൻ ആക്ട് ആരുടെ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ശ്രീമൂലം തിരുനാള്. 1912 എന്ത് പറയുന്നത്? നായർ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വൈക്കം സത്യാഗ്രഹം പറഞ്ഞു. പിന്നെ നമുക്കറിയാം ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ് മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞു. ശ്രീമൂലം പ്രജാസഭ. പുരാവസ്തു വകുപ്പ് ആരംഭിക്കുന്ന ആരുടെ കാലഘട്ടത്താണ്? ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പുരാവസ്തു വകുപ്പ് ആരുടെ കാലഘട്ടത്താണ്? ഈ പറയുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞ സേതുലക്ഷ്മി ബായിയെ തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. 1924 മുതൽ 31 വരെയുള്ള കാലഘട്ടമാണ്. സേതുലക്ഷ്മി ബായിയുടെ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് സേതുലക്ഷ്മി ബായി ആണ്. 1925 രണ്ടാം നായർ റെഗുലേഷൻ ആക്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നായർ റെഗുലേഷൻ ആക്ട് ആരുടേതായിരുന്നു? ശ്രീമൂലം തിരുനാളിന്റേതാണ്. അതിനുശേഷം ഈ പറയുന്ന രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് 1925 അത് ആരുടെ കാലഘട്ടമാണ്? സേതുലക്ഷ്മി ബായി ആണ്. 1925 നമ്മുടെ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു? സേതുലക്ഷ്മി ബായി ആയിരുന്നു. ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ആരായിരുന്നു? സേതുലക്ഷ്മി ബായിയുമാണ്. 1928 ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള പൊതുനിരത്തുകൾ അവർണകർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? സേതുലക്ഷ്മി ബായി ആണ്. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? സേതുലക്ഷ്മി ബായി ആണ്. ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്. ദേവദാസി സമ്പ്രദായം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1, 2, 3 എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? അപ്പോൾ 24 മുതൽ 31 വരെ അവസാനത്തെ വനിതാ ഭരണാധികാരി സേതുലക്ഷ്മി ബായി ആണ്. ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത്, രണ്ടാം റെഗുലേഷൻ ആക്ടിന്റെ സമയത്ത്, ഗ്രാമപഞ്ചായത്ത് പരിഷ്കരിക്കുന്ന സമയത്ത് എന്താണ്? ഈ പറയുന്ന നമ്മുടെ സേതുലക്ഷ്മി ബായി ആണ്. ദേവദാസി സമ്പ്രദായം അവസാനിപ്പിക്കുമ്പോൾ ആരാണ്? സേതുലക്ഷ്മി ബായി ആണ്. സേതുലക്ഷ്മി ബായിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കൃതിയുണ്ട്. എന്താണത്? പേര് പഠിച്ചു വെച്ചോ. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന സേതുലക്ഷ്മി ബായിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. 1925 മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ കൂടിക്കാഴ്ച നടത്തിയ ഭരണാധികാരി ആരാണ്? സേതുലക്ഷ്മി ബായി ആണ്. 25 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടമാണ്. കാര്യം 24 മുതൽ 31 വരെയാണ് ആര്? സേതുലക്ഷ്മി ബായി ഭരിച്ചിരുന്നത്. നെക്സ്റ്റ് നോക്കാം.
1936 നവംബർ 12 തിരുവിതാംകൂറിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചു. 1931 മുതൽ 1949 വരെയുള്ള കാലഘട്ടമാണ് ശ്രീ ചിത്തിര തിരുനാൾ എന്ത് ചെയ്തിരുന്നത്? ഭരിച്ചിരുന്നത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? 31 മുതൽ 49 വരെ ക്ഷേത്ര പ്രവേശന വിളംബരം 36 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അതേപോലെ തന്നെ ഈ വിളംബരം പുറപ്പെടുവിച്ചതാറ്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ശ്രീ ചിത്തിര തിരുനാളാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് തിരുവിതാംകൂർ സർവകലാശാല. 1937 തിരുവിതാംകൂർ സർവകലാശാല വരുന്നത്. അത് ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളാണ്. ഈ 37 നടത്തിയ തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നോക്കിക്കേ, ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്തെ പ്രധാന വികസന നേട്ടങ്ങൾ. 1937 തിരുവിതാംകൂർ സർവകലാശാല ശരിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നോക്കാം നമുക്ക്. അതായത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അത് നമ്മുടെ ആരുടെ കാലഘട്ടത്താണ്? ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്താണ്. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തലാക്കാൻ നടപടി സ്വീകരിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ഇമ്പോർട്ടന്റ് ആണ് ശ്രീ ചിത്തിര തിരുനാൾ. അതേപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? PSC കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്താണ്. നോക്കാം, പൊരുത്തപ്പെടുത്തുക നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്? 1936 നവംബർ 12 പുന്നപ്ര വയലാർ സമരം. ഏതാണ് പുന്നപ്ര വയലാർ സമരം? 1946 തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. ഓക്കെ, അതേപോലെ നിവർത്തന പ്രക്ഷോഭം എന്നാണ്? നിവർത്തന പ്രക്ഷോഭം അത് 1932 1949 ജൂലൈ 1 തിരുവിതാംകൂറിലെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചപ്പോൾ അതിന്റെ രാജപ്രമുഖായിട്ട് ചുമതലയേറ്റ ഭരണാധികാരി ആരാണ്? അത് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളാണ്. ഓക്കെ, അദ്ദേഹം മരിക്കുന്നത് 1991 അദ്ദേഹം അന്തരിക്കുന്നത്. 49 കാലഘട്ടമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1931 അദ്ദേഹം അധികാരത്തിലേറ്റു. 1936 നവംബർ 12 എന്ത് വന്നു? നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. 37 എന്ത് നടന്നു? തിരുവിതാംകൂർ സർവകലാശാല വന്നു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്ന ആളുടെ കാലഘട്ടത്താണ്? നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്താണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നത്. ഓക്കെ, ആ സമയത്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അതായത് പട്ടം താണുപിള്ള പ്രസിഡന്റ് ആയിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്താണ്. പിന്നെ ഏതാണ് നമ്മൾ പറഞ്ഞത്? പള്ളിവാസൽ പദ്ധതി. അതേപോലെ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അന്നത്തെ ദിവാൻ ആരായിരുന്നു? പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്തെ ദിവാൻ CP രാമസ്വാമി അയ്യർ ആയിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന്റെ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ 50 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ടോപ്പിക്കുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായല്ലോ. നമ്മള് മാർത്താണ്ഡവർമ്മ മുതൽ ലാസ്റ്റ് നമ്മൾ ചിത്തിര തിരുനാൾ വരെയുള്ള കാലഘട്ടവും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്